നമ്മുടെ ജോലിയുണ്ട്, കാര്യങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞാലും നമുക്ക് 24 മണിക്കൂർ ദൈവം തന്നിട്ടുണ്ട്. 24 മണിക്കൂറില്ലേ? നമ്മൾ എത്ര സമയം ഈശോയ്ക്ക് വേണ്ടി ചെലവാക്കുന്നുണ്ട്? ഒരു 15 മിനിറ്റ് ചെലവാക്കിക്കൂടെ? എന്നാൽ ഞങ്ങൾ ആന്റണി പാതുവയിൽ പോയി തിരിച്ചു വരുമ്പോൾ ഞാൻ ജോണച്ചനോട് കഥ പറയുന്നത് വേറെ അച്ഛൻ എന്നോട് പറഞ്ഞ കാര്യം. അപ്പോൾ നമുക്ക് വലിയ പ്രാർത്ഥനയൊന്നും കാര്യമില്ല. അപ്പം നമ്മൾ ഈശോട് ശക്തമായി പ്രാർത്ഥിക്കുക. സഹോദരങ്ങളെ, ഈ കബറടക്കം, അപ്പോൾ എൻ്റെ ഫാദർ മരിച്ചു കിടന്നു. അപ്പോൾ ഞാൻ വന്നു, കബറടക്കണ സമയമായി. ഞാൻ അപ്പോൾ ആകെ ചെയ്തുകൊണ്ടിരുന്നത് ബൈബിൾ വായിക്കുമായിരുന്നു. ആ സമയത്ത് രാവിലെ ഒരു 4 മണി 3 മണിക്കൊക്കെ എഴുതി ബൈബിൾ ചെറുതായിട്ട് വായിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ ആ സമയത്ത്. അപ്പോൾ ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ മഴ സീസണാണ്, സെപ്റ്റംബർ ആകുന്ന ആ സമയം, സെപ്റ്റംബർ കാലം. അപ്പോൾ മഴ സീസൺ. അപ്പോൾ ഈശോയോട് പറഞ്ഞു, ഈശോയെ നീ മഴ ഉണ്ടാവില്ലേ, എന്ന് വെച്ചാൽ നമുക്ക് ചെടിയൊക്കെ ആവുമല്ലോ, അപ്പോൾ പന്തലൊക്കെ ഇട്ടു, സംസ്കാരത്തിൻ്റെ ഇതല്ലേ, അപ്പോൾ നീ മഴ പെയ്യില്ലേ എന്ന് പറഞ്ഞു. നിങ്ങൾ പറഞ്ഞ് വിശ്വസിക്കില്ല, കർത്താവ് ആ ഇത് കേട്ട് രാവിലെ 9 മണിയായപ്പോൾ നല്ല സൂര്യൻ ഉദിച്ചു. എൻ്റെ വീടിൻ്റെ ഒരു 500 മീറ്റർ അപ്പുറത്ത് മഴ, പള്ളി വരെ മഴയില്ല, പള്ളി കഴിഞ്ഞ് മഴ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം കർത്താവിനെ നമ്മളെ ഓരോരുത്തരെയും അറിയാം. നമ്മുടെ ഓരോ കാര്യം കർത്താവ് അറിയാം. നമ്മുടെ പ്രാർത്ഥനകളെല്ലാം എല്ലാം നമ്മുടെ കാര്യമോ, നമ്മുടെ കാര്യം കർത്താവിനെ ഓൾറെഡി സ്കാൻ ചെയ്ത് കർത്താവിനെ എല്ലാം അറിയാതെ. അപ്പൊ പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, ഞാനും പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷെ ഈശോയ്ക്ക് നമ്മുടെ കാര്യങ്ങളെല്ലാം അറിയാം. നമ്മൾ ഈശോയുടെ ഹിതത്തിനാണോ ജീവിക്കണമെന്ന് നോക്കിയാൽ മതി. ഈശോയുടെ ഹിതത്തിന് വിട്ടുകൊടുത്ത് സഹോദരങ്ങളെ, അതിനുശേഷം കബറടക്കം കഴിഞ്ഞ് തിരിച്ചു പോയി. അതിനുശേഷം ഞാൻ വീണ്ടും അമേരിക്കയിൽ ചെന്നു. അതിനുശേഷമാണ് അതിനുശേഷം ഒരു 3 വർഷം അട്ടപ്പാടിയിൽ അച്ഛൻ്റെ കൂടെ ഞാൻ ശുശ്രൂഷ ചെയ്യാൻ കർത്താവ് എന്നെ അനുവദിച്ചു. ഒരു നല്ല ട്രെയിനിങ് തന്നു. ഒട്ടായച്ചൻ്റെ റൈറ്റ് ഹാൻഡായി നിന്ന് ഞാൻ ശുശ്രൂഷ ചെയ്തു 3 വർഷം, 2020 വരെ. ഹല്ലേലൂയ. അതിനുശേഷമാണ് കർത്താവ് എന്നെ അവിടെ നിന്ന് വിളിച്ചു. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അപ്പോൾ എന്നോട് ഈശോ പറഞ്ഞൊരു മെസ്സേജ് ഇതായിരുന്നു. അപ്പോൾ എൻ്റെ വിചാരം എന്ന് വെച്ചാൽ ഈ അച്ഛന്മാരുടെ കൂടെ പോകാനൊക്കെ ഭയങ്കര കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് ഈശോ പറഞ്ഞത്, നിന്റെ നോട്ടം മുഴുവൻ ഈ വൈദികരിലേക്കാണ്, അച്ഛന്മാരുടെ കൂടെയാണ്. അല്ലല്ലല്ല, നോ, ഐ ആം ദ വൺ കോളിങ്. ഞാനാണ് നിന്നെ വിളിച്ചത്. നീ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു? ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ വെറുതെ ഇരിക്കുകയാണല്ലോ, പ്രാർത്ഥിക്കുന്നുണ്ട്, അച്ഛൻ്റെ കൂടെ ശുശ്രൂഷിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ എന്താ കൗൺസിലിംഗ് ചെയ്യുക, അല്ലെങ്കിൽ ഇതെല്ലാം ചെയ്യുക. അപ്പോൾ ഈശോ പറഞ്ഞു, മത്തായി 5:7 എൻ്റെ നാമത്തിൽ ഞാൻ അത് ചെയ്ത്. അപ്പോൾ കർത്താവ് പറയും, ഞാൻ നിന്നെ അറിഞ്ഞിരുന്നില്ല എന്ന് പറയും. ഒരു മനസ്സിലായോ? 5:21 അല്ലേ, നോക്കാവോ? ആ വചനാണ് അന്ന് ഈശോയ്ക്ക് കാണിച്ചത്. 7:21 കർത്താവേ എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല എൻ്റെ പിതാവിൻ്റെ ഈശോയുടെ സ്വർഗസ്നായ പിതാവിൻ്റെ ഹിതം നിറവേറ്റാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു സോറി എന്ന് പറഞ്ഞു. അതിനുശേഷമാണ് 2020 കർത്താവ് കുർബാനയിൽ എൻ്റെ വൈഫ് പറഞ്ഞു. സത്യം പറഞ്ഞാൽ 2017 മുതൽ ഞാൻ കുർബാന മുടക്കിയിട്ടില്ല. ഹല്ലേലൂയ. അല്ലെങ്കിൽ ഇൻ കേസ് എന്തെങ്കിലും പ്രശ്നമാണെങ്കിലും ട്രാവലിങ്ങിന്റെ സമയത്ത് കുർബാന മിസ് ചെയ്യാല്ലാതെ ദൈവം അതിനുള്ളൊരു കൃപ എനിക്ക് തന്നു. ഇത് കുർബാന മിസ് ചെയ്യാതിരിക്കാൻ. കുർബാന നമ്പർ 1 ഹീലിംഗ് നടക്കുന്ന കുർബാനയാണ്. നിങ്ങൾ വിചാരിക്കും അച്ഛൻ വന്നു തൊട്ടു പ്രാർത്ഥിച്ചു, ഇതൊന്നുമല്ല. ഇപ്പൊ കഴിഞ്ഞ മാസം ഒരു എക്സാമ്പിൾ പറയുകയാണ്. കഴിഞ്ഞ മാസം നമ്മളൊരു പ്രൈസ് ആൻഡ് വർഷിപ്പ് പരിപാടി നടത്തി. ആരാധന, സ്തുതിപ്പ്, പ്രാർത്ഥന 30 മണിക്കൂർ. അപ്പോൾ നമ്മുടെ ധ്യാനകേന്ദ്രത്തിൽ നമുക്ക് 2 ധ്യാനകേന്ദ്രമാണ് ഉള്ളത്. ഒരെണ്ണം അമേരിക്കയിലെ ഡാളസ് എന്ന് പറയുന്ന സ്ഥലത്ത്, ടെക്സാസ് സ്റ്റേറ്റിൽ ഡാളസിൽ ഗ്രേസ് ഓഫ് ഹെവൻ ലേ മിഷൻ. ഈ ലേ മിഷൻ ഒരു ബിഷപ്പിന്റെ കീഴിലാണ്. അമേരിക്കയിലും നാട്ടിലുള്ള അംബ്രോസ് പുത്തൻവീട്ടിൽ എന്ന് പറഞ്ഞ നമ്മുടെ കോട്ടപ്പുറം ഡയസിസിന്റെ കീഴിലാണ് ആ ധ്യാനകേന്ദ്രം. തൃശ്ശൂരുണ്ട് ഒരു ധ്യാനകേന്ദ്രം, അമേരിക്കയിലുണ്ട്. അപ്പോൾ ഈ അമേരിക്കയിലത്തെ ധ്യാനകേന്ദ്രത്തിൽ ഞങ്ങളൊരു ശുശ്രൂഷ വെച്ചു. അത് എന്ത് ശുശ്രൂഷയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൈസ് ആൻഡ് വർഷിപ്പും പാട്ടും കാര്യങ്ങളും. അപ്പോൾ എന്നെ ഒത്തിരി പേര് വിളിച്ചു ചോദിക്കുക, ഏത് അച്ഛനാ വരുന്നത്? ഹല്ലേലൂയ എന്ന് പറഞ്ഞ് മനസ്സിലായോ? അപ്പോൾ നമ്മൾ എങ്ങനെ ധ്യാനത്തിന് പോണത്? നിങ്ങൾ പറഞ്ഞു അച്ഛന്മാരെ നോക്കിയിട്ടാ പോണത് അല്ലേ? ശരിയാണോ? കുമ്പസാരിച്ചു പോകാമെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ പറഞ്ഞത് നമ്മൾ അങ്ങനെയല്ല. അപ്പൊ ഞാൻ പറഞ്ഞേ
ഏറ്റവും വലിയ പ്രീസ്റ്റാ വേണ്ടത്. നിങ്ങൾ ഇതുവരെയും കണ്ടിട്ടില്ല, വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടത്തുന്ന പ്രീസ്റ്റാന്ന് പറഞ്ഞു. ഞാൻ ഹൈ പ്രീസ്റ്റാന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അപ്പോ 35-45 മിനിറ്റ് ആൾക്കാർ അവിടെ വന്നു. ഹല്ലേലൂയ. അത് എന്തിനാ വന്നത്? ഹൈ പ്രീസ്റ്റ് ഹീലിംഗ് നടക്കും. അപ്പൊ ഞാൻ പറഞ്ഞത് ഈശോ വരികയാണ് അവിടെ. ഈശോ വരികയാണ്. ഒത്തിരി കൃപയാണ് അന്നത്തെ ദിവസം അവിടെ വന്നവർക്ക് എല്ലാം കിട്ടിയിരുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വൈകുന്നേരം തുടങ്ങി 30 മണിക്കൂർ അവര് ഉറങ്ങിയിട്ടില്ല. ഈ 30 മണിക്കൂർ ഹല്ലേലൂയ. സ്തുതിപ്പ്, പാട്ട്, കണ്ടിന്യൂസ് സ്തുതിപ്പ്, പാട്ട്, ആരാധന, പിന്നെ അവിടെ സാക്ഷ്യപ്പെടുത്തുക. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നമ്മുടെ ധ്യാനത്തിലുള്ള ഗുണം, നമ്മൾ ഒരു അച്ഛന്മാരുടെയും പറഞ്ഞാല് ഗ്രൂപ്പുകളില്ല. ഹല്ലേലൂയ. നമ്മുടെ ഗ്രൂപ്പ് ആരാന്നറിയാമോ? ആരാ? ഈശോ.